ഈ മെഹർ ഹോട്ടൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ചരിത്രം നോക്കി. മുമ്പൊരിക്കൽ ഇയാൾ എന്തോ കോഴിക്കോട് മലപ്പുറംകാരനെ മറ്റാണത്രേ, എനിക്ക് കൃത്യം പേരറിയില്ല. അതിൻ്റെ FIR കോപ്പി ഞാൻ തപ്പുന്നതേ ഉള്ളൂ. ഏതായാലും ഇതിനു മുമ്പ് ഭക്ഷ്യവിഷബാധ ഉണ്ടായതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ ഹോട്ടലാണ്. അപ്പോൾ മന്തി എന്ന് പറയുന്ന സാധനം ഒരു ആഹാരം പോട്ടെ, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രജിത പറഞ്ഞതാണ് ഇപ്പോൾ കേരളത്തിലെ സാമാന്യ മതേതര ഹിന്ദുവിൻ്റെ ഒരു നിലപാട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, കുറച്ച് നാൾ മുമ്പ് മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ ബിയർ കുപ്പി ഇരിക്കുന്ന ഒരു ചിത്രം എവിടുന്നോ ആരോ ഗൂഗിളിലെടുത്ത് എവിടെയോ പ്രസിദ്ധീകരിച്ചു വന്നു. എന്തൊരു കോലാഹലമായിരുന്നു കേരളത്തിൽ. ക്രിസ്ത്യാനികളെല്ലാം രണ്ടെണ്ണം അടിക്കുന്നവരാണ്. കേരളത്തിൽ വാറ്റാൻ ലൈസൻസ് ഉള്ളത് കേരളത്തിലെ പള്ളികൾക്കാണ്, അല്ലേ? സഭ വാറ്റുന്നുണ്ട്, വൈനുണ്ടാക്കുന്നുണ്ട്. അബ്കാരി ലൈസൻസ് ഉണ്ട് കേരളത്തിലെ സഭകൾക്ക്, അവർ വാറ്റി കുടിക്കുന്നുണ്ടെന്ന് മാത്രമല്ല പള്ളികളിലെ ഇടവകളിൽ നിന്ന് വിശ്വാസികൾക്ക് കിട്ടുകയും ചെയ്യും വൈൻ. രണ്ടെണ്ണം കഴിയുമ്പോൾ രണ്ടെണ്ണം അടിച്ചിട്ടാണ് മിക്കവാറും എല്ലാ ആളുകളും ഇടവകയിലൊക്കെ ആളുകൾ മാത്രമല്ല സഭ വൈൻ പള്ളിമേടയിലിടുന്ന വൈകിട്ട് രണ്ടെണ്ണം അടിക്കണ്ട എന്ന് പറയാൻ പറ്റുമോ? ഇതെൻ്റെ രക്തമാണ്, ഇതെൻ്റെ മാംസമാണെന്ന് പറഞ്ഞിട്ടാണ് വൈനും മറ്റേ ആ അപ്പവും നാവിലിട്ട് കൊടുക്കുന്നത്, യേശുദേവൻ്റെ രക്തവും ശരീരമാണെന്ന് കരുതിയിട്ട്. അത് അപ്പോൾ ആ ക്രിസ്ത്യാനികൾ രണ്ടെണ്ണം അടിക്കുന്നത് തെറ്റൊന്നുമില്ല. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ ഒരു ബിയർ വന്നപ്പോഴത്തേക്ക് കേരളത്തിലെ കത്തോലിക്ക സഭ ഇറങ്ങി, കേരളത്തിലെ മതേതരവാദികൾ ഇറങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഷാർലി അബ്ദോ എന്ന് കേട്ടിട്ടുണ്ടോ? ഫ്രാൻസിലെ അതിപ്രശസ്തമായൊരു പത്രമാണ്. അതിൽ പ്രവാചകൻ്റെ ഒരു ചിത്രം വരച്ചു. ആ പത്രത്തിൻ്റെ ഓഫീസിലേക്ക് കയറി വെടിവെപ്പ് നടത്തി, കൂട്ടക്കൊല നടത്തി. ആര്? ഇസ്ലാമിസ്റ്റുകൾ. ഇയാളൊരു മുസ്ലിമാണല്ലോ. മുസ്ലിമിനെ സംബന്ധിച്ച് അയാൾക്ക് കച്ചവടം കിട്ടണം, മന്തി വിൽക്കണം. ഈ വിവരദോഷികളായ പ്രജിതയെ പോലെയുള്ള ഹിന്ദുക്കളാണ് അവിടെ ചെന്നിട്ട് മൂക്കുമുട്ട് ഈ ചത്തതും ചീഞ്ഞതും പുഴുത്തു നാറിയതുമായ ഭക്ഷണം കഴിക്കുന്നത്. എന്നിട്ട് പറയും, ഓ മതേതരത്വം, ഹിന്ദുവിനാണ് മതേതരത്വം. ഞാൻ ചോദിക്കുന്നത്, ക്രിസ്തുദേവൻ്റെ കയ്യിൽ ഒരു ബിയർ കുപ്പി ഇരിക്കുന്ന ചിത്രം കണ്ടപ്പോൾ കേരളത്തിലെ മതേതരത്വം തകർന്നു. ഒടുവിൽ ആ ചിത്രം പിൻവലിച്ച് മാപ്പ് പറയേണ്ടി വന്നു. അബദ്ധം പറ്റിയതാ. ഒരു ചിത്രം എടുത്ത് അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്ക് ഗൂഗിളിലെ പടം എടുത്തപ്പോൾ ഡിസൈനർക്ക് പറ്റിയ തെറ്റ്. ഇവിടെ ഇയാളും പറയുന്ന ഡിസൈനർക്ക് പറ്റിയ തെറ്റ്. ഡിസൈനർ ചെയ്ത് കൊടുത്താൽ ഇയാളുടെ അമ്മൂമ്മയുടെ പടമാണ് വെച്ചിരുന്നെങ്കിൽ ഇയാൾക്ക് സമ്മതിക്കുമായിരുന്നു. ഡിസൈനർ ഡിസൈൻ ചെയ്യുന്ന ഒരു സാധനം അതിൻ്റെ ഉടമസ്ഥൻ കാണാതെയാണോ വെക്കുക? ആരെയാണ് ഇത് ബോധിപ്പിക്കുന്നത്?